അരൂപി എന്ന ഹൊറർ മിസ്റ്ററി മൂവിയുടെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. വെൽക്കം. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോൾ രൂപമില്ലാത്ത പ്രേതത്തിന് ആരുടെ ദേഹത്തും കയറാം. And how difficult for you was to get out of that character? It was exciting all throughout. There was no... I don't watch horror films. So is there any figure in your mind while thinking about ghost? Is there any particular figure? Kerala, we do have a figure. Usually white sari, long hair. I think everybody has the same figure in their head. So you like and done. Ask me. Chatta tatta pacha. Chatta tatta pacha. Directly കണ്ടിട്ടുണ്ടോ? ഡയറക്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ Traditional പ്രേതം. And in which category this ghost? How do you feel about your character? ഈ ചോദ്യം ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇതൊരു പോയിന്റബിൾ ചോദ്യമാണ്. ഹായ് ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ദിസ് ഈസ് നിമിഷ റാം. അരൂപി എന്ന ഹൊറർ മിസ്റ്ററി മൂവിയുടെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. വെൽക്കം. എല്ലാവരും സുഖമായിരിക്കുന്നു? ഓക്കെ. അരൂപി അല്ലേ? അരൂപി എന്ന് വെച്ചാൽ രൂപമില്ലാത്തത് എന്നൊരു മീനിങ്. ഓക്കെ, അപ്പം നമുക്ക് അഭിലാഷ് ചേട്ടനാണ് ഇതിലെ റൈറ്റർ കം ഡയറക്ടർ. പറയൂ അരൂപിയിൽ. രൂപി ആക്ച്വലി ഒരു സിനിമ ഉണ്ടായത് ഒരു നിമിത്തമാണ്. ശരിക്കും ഞങ്ങളുടെ ഒരു വൈകിട്ടുണ്ടായിരുന്ന ഒരു സംസാരത്തിൻ്റെ ഇടയിലായിട്ട് ഞാൻ എഴുതിയ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ്, നോവലല്ല ഒരു സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവം ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രൊഡ്യൂസറായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരന് ഈ പടം ഭയങ്കര ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയും പുള്ളിയുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളോട് അതിന് ഗോ ഹെഡ് ചെയ്തു. ഒരു 3 monthsനുള്ളിൽ ബാക്കി എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ കാണുന്ന രീതിയിലുള്ള ഒരു മന കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കക്കാട്ട് മന, പട്ടാമ്പിക്ക് അടുത്തുള്ള ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മന ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നപ്പോൾ 2.5 മാസം ആക്ച്വലി. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ വന്നതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഓക്കെ ഇത് ചെയ്യാം, ഇതിൽ നമുക്ക് ഈ സാധനം ഷൂട്ട് ചെയ്യാം, ഇതിന് പറ്റിയ ആംബിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മന രാത്രി ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രാത്രിയിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് മുമ്പ് ഷൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും ക്ലോസ് ചെയ്ത് പോകും. പിന്നെ അവിടെ വെച്ചാരാധനയും കാര്യങ്ങളും എന്തൊക്കെയോ അങ്ങനെ കുറെ. അല്ല, ഇത് മന എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇപ്പോഴുള്ളതാണോ? അല്ല, ഇതൊരു പഴയ ഐ തിങ്ക് 400 years ബാക്ക്, അത്രയും വലിയ, അത്രയും പഴക്കം, എനിക്ക് തോന്നുന്നു അധികം കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. അത്രയും പഴയ ഒരു മനയാണത്. അതിന്റെ ഓണർ ഉണ്ണിച്ചേട്ടൻ അതുപോലെ പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റില്ല അഭിലാഷ്, നമുക്ക് രാത്രി ഷൂട്ട് ചെയ്യാൻ. ഇവിടെ താമസം മനയാണ്. ആൾക്കാർ വിസിറ്റേഴ്സ് ഉണ്ട്. വിസിറ്റേഴ്സ് ഒക്കെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് പോകുന്നതല്ല. അവിടെ താമസമൊന്നുമില്ല. അതിന് നമ്മൾക്ക് അങ്ങനെ കൃഷ്ണ സാറിന് ഒരുപാട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ 2-3 പടങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ 10 മണിക്കുള്ളിൽ എന്ത് ചെയ്യണം അവിടെ. അത് കഴിഞ്ഞ് അവർ ആരും അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, ഗേറ്റ് കൂട്ടിയിട്ട് അവർ പോകും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് 2 മണി മുതൽ 2 മണി വരെയാണ്. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 2 മണി വരെ. അപ്പോൾ ഒരു രക്ഷയില്ല, നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയോട് സംസാരിച്ചു, പുള്ളിയുടെ ഫാമിലിയെ കണ്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പുള്ളിയുടെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചു. ആ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നു. ഇതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ, അതായത് ആർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. ഞങ്ങൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് ഒരു 3 days ആയപ്പോഴേക്കും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ ഞങ്ങളെ 23 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാത്രി സമയങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പുറത്ത് അതിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയറിലെല്ലാം നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഹൊറർ സബ്ജക്റ്റും ഹൊറർ എലമെൻറ്റ്സ് എല്ലാം നമ്മളവിടെ ഷൂട്ട് ചെയ്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. കുളം, അതുപോലെ തന്നെ അവിടെ നല്ലൊരു കുളവും പടിപ്പുരയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 11:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറൊരു മൂഡാണ്. അതായത് ഭയങ്കര ഒരു ഹൊറർ ഫീലിംഗ് നമുക്ക് കിട്ടും. ചുമ്മാ അവിടെ പോയി നിന്നാൽ മതി. എവിടെ ആ മനയുടെ മുറ്റത്ത് നിന്നാൽ തന്നെ ഈ സൈഡിൽ കാട്, ഈ സൈഡിൽ പാടം, അവിടെ ചീവീടുകളുടെ സൗണ്ട്, ഈ സൈഡിൽ വലിയൊരു എന്താ പറയുക കുടപ്പന, അത് അതിനകത്ത് നിറയെ
ഈ വവ്വാല് ടോട്ടലി അവിടെ ഒരു ഭയങ്കര രാത്രിയിൽ ഹൊററായിട്ടുള്ള അവർ എനർജി ഉണ്ട്, തെക്കിനി ഒരിക്കലും തുറക്കില്ല. ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും രാത്രി, എസ്പെഷ്യലി 2 മണിയല്ലേ ഷൂട്ട് പോകുന്നത് നൈറ്റ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി ഫീൽ ചെയ്യും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യാൻ, അവിടെ ഷൂട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവർ വന്നിറങ്ങിയ പാടിപ്പം നേഹ വന്ന് ഇറങ്ങിയ സമയത്ത് നേഹയ്ക്ക് പിന്നെ നേഹയുടെ ഇത് ആ ഒരു വേറൊരു ടെറയിൽ നിന്ന് വന്നിട്ട് വേറൊരു ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്, അതിനെ അഡാപ്റ്റ് ചെയ്യാൻ തന്നെ അവർ 2 ദിവസം എടുത്തു. അത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഡിലേ വന്നു. പിന്നെ മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല ആദ്യത്തെ, പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അത് എന്ത് ചെയ്തു ക്ലിയർ ആയി വന്നു. പിന്നീട് അതിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയാ ഉഗ്രനൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ലീഡ് എന്ന് പറയുന്നത് വൈശാഖാണ് അല്ലേ? അപ്പോൾ വൈശാഖിന്റെ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു തുടങ്ങും. എൻ്റെ ക്യാരക്ടറിനെ പറ്റി എനിക്ക് തോന്നുന്നത് റിവീൽ ചെയ്യാൻ പറ്റുന്നത് എല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ആക്ച്വലി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പറഞ്ഞ വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഒരു സംഭവമാണ് ഇതിൽ പ്ലേ വരുന്നത്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇതിൽ ചിലപ്പോൾ വൈശാഖായിരിക്കും ചിലപ്പോൾ എന്ത് പ്രേതമായിട്ട് വരുന്നതൊക്കെ അങ്ങനെയൊക്കെ. അതെ, ഹൊറർ മൂവിയിൽ അങ്ങനെയാണ്, പ്രേതത്തിന് ആരുടെ ദേഹത്തും കയറാം. സോ ഇതിൽ ആരൊക്കെ പ്രേതം ആരാണ് എന്താണെന്നുള്ള റിവീലേക്ക് കൊടുക്കുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ 3 എണ്ണത്തിൽ ആരാണ് പ്രേതം എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ പോസ്റ്ററിൽ ഒരു പ്രേതത്തിന് ലേഡി പ്രേതം. അതെ അതെ, അത് ബേസ് ആണ്. പക്ഷെ അതിന്റെ ബേസ് അത് നമുക്ക് പടം കാണണം. അതാ പറഞ്ഞത്, പടത്തിന്റെ ക്യൂരിയോസിറ്റി തന്നെ ആ ഒരു സംഭവം. അതെ, അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, ഇത് ഫസ്റ്റ് മൂവിയാണ് അല്ലേ? ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ പ്രേതത്തിന്റെ മൂവി എങ്ങനെയാണ്? ഇപ്പം നമ്മളൊക്കെ പ്രേതം എന്ന് പറയുമെങ്കിലും ഒരു യക്ഷിക്കഥ, അത് എത്രമാത്രം അത് എടുക്കുമ്പോൾ ചലഞ്ചിങ് ആയിരുന്നോ? എന്ത് തോന്നി? ചാലഞ്ചിങ് ആയിരുന്നു, ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡയറക്ടറിനാണ് ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഐ മീൻ ഫ്രം ദ സ്റ്റാർട്ട്, ബിഫോർ ദ ഷൂട്ട് സ്കെഡ്യൂൾ എല്ലാത്തിനും മുമ്പായിട്ട് തന്നെ ആളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രതിഭായിട്ട് നമ്മുടെ പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിതൗട്ട് ദാറ്റ് പടം ഇറ്റ് നോട്ട് കം ഔട്ട്. പിന്നെ കോ ആർട്ടിസ്റ്റ് നേഹ, സാക്ഷി, നമ്മുടെ ടീമിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവര് ആക്ച്വലി മലയാളീസ് എല്ലാം തോന്നുന്നു അല്ലേ? അപ്പൊ ഈ മലയാളികൾ അല്ലാത്ത ഒരാൾ, ഇപ്പൊ ഓഫ് കോഴ്സ് ഇത് ആരെങ്കിലും ഒരാളാണെങ്കിൽ മലയാളം അറിയാത്തൊരു പ്രേതം എങ്ങനെയുണ്ടായിരുന്നു? മലയാളി പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാക്ഷിനെ ഇടയ്ക്ക് മലയാളം പറഞ്ഞു കൊടുത്തത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഐ ടോട്ട് യു ഇടയ്ക്ക് മലയാളം. നേഹിക്ക് ഐ തിങ്ക് ഐ ടോട്ട് ലിറ്റിൽ, ബട്ട് ഐ തിങ്ക് നെബു ടോട്ട് ലിറ്റിൽ മോർ. ആക്ച്വലി ഇവര് യു ആർ ഫ്രം ബാംഗ്ലൂർ. She's from Rajasthan, actually, but from Bangalore right now. Root are from Rajasthan and you're born and brought up in Bangalore, right? And Neha's from Bombay. So, what is the difference? Starting with your full name. What is your full name actually? Sakshi Badala it is. Sakshi Badala. Variety. So, what is the difference between Hindi ghost and Malayalam ghost? Malayalam prayadam, Hindi prayadam same. Alla പേര് തന്നെയാണ് ആളുടെ ക്യാരക്ടർ പേര്. അതാണ് ഇപ്പോ your name is the character. Actually, in Bangalore, in Kerala, we do have a concept about all these ghosts, okay? We have some idea. What about you guys? What is your concept about? In Bangalore, you're saying? Bangalore. I don't think Bangalore makes a lot of horror films. But I think, I mean, of course, they don't make most of the movies, and I'm not a horror. I don't watch horror films. So, is there any figure in your mind while thinking about ghost? Is there any particular figure? Because in Kerala, we do have a figure. Usually, white sari, long hair. I think everybody has the same figure in their head. I think white sari, long hair. Why? Because Neha had the same. Not everybody. Like ഇപ്പോൾ ലാസ്റ്റ് വന്ന പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡയസറി അല്ലെങ്കിൽ കളങ്കാവ്, സോറി എന്താ പറയാ, സർവ്വമായലൊക്കെ കുറച്ചും ഡിഫറെന്റ് ആയിട്ട്. I think now there's a new concept of beautiful ghosts. Yeah, recently we do have beautiful ghosts like Delulu, kind of ghost, and Aisura. There is something different because that is not showing something figure, but not ancient time, like Agashaganga. During our childhood, our most haunted horror film is Agashaganga. Yeah, why? Because they will be wearing white sari, long hair, and all those this eyeliner thing, and that look. They will look like this. Traditional predam. Traditional predam. And in which category this goes? Traditional. നമ്മുടെ പടത്തിന്റെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരുന്നത് 150 വർഷം ബാക്കോട്ടാണ്. 150 years ബാക്കിലാണ് നമ്മുടെ ഈ പടത്തിന്റെ ഒരു പാർട്ട് വരുന്നത്. പിന്നീട് വരുന്നത് 2026 അങ്ങനെ രണ്ട് യുഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ പടത്തിന്റെ ഒരു ഇത് വരുന്നത്.
ബട്ട് സ്റ്റിൽ ഈ ഫിലിമിന്റെ പേര് പറയുന്ന അരൂപി എന്നാണ്. അരൂപി എന്ന് വെച്ചാൽ രൂപം ഇല്ല എന്നാണല്ലോ. അപ്പൊ രൂപം ഇല്ലാത്ത പ്രേതത്തിന് ആരുടെ ദേഹത്തും കയറാം അതെ, ആർക്കും കയറാം. അപ്പൊ രൂപം ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾക്ക് ആരുടെ ദേഹത്ത് കയറുന്നു അയാളുടെ രൂപം എടുക്കുന്നു, അല്ല ആരുടെ ഫ്രീക്വൻസി ഇത് മാച്ച് ആവുന്നു, അതിലോട്ടല്ലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിൽ ആരുടെ രൂപത്തിലും കയറാം. അതെ, എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഗോസ്റ്റ് മാച്ചിങ് ആണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഡെലുലു കൈൻഡ് ഓഫ് ഒരു ക്യൂട്ട് ആയിരുന്നു. ബട്ട് ഭയങ്കര യു ആർ ലുക്കിംഗ് നോട്ട് ലൈക്ക് ഇറ്റ്. No, fine. Go on. But yeah, she's like still in character. I think this ghost get into everyone's body. How do you feel about your character? ഈ ചോദ്യം ആരും ചോദിച്ചിട്ടില്ല, പക്ഷേ ഇതൊരു point ആയിട്ടുള്ള ചോദ്യമാണ്. That's the USP. the energy is translated actually. Yeah. Correct. Exactly. ചോദിച്ച ചോദ്യം ഞങ്ങൾക്ക് ആരുടെ കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷെ ഈ ചോദ്യം പടവുമായിട്ട് ഒരു ബന്ധമുണ്ട്. That's the USP, no? If the ghost isn't entering your mind and if you're not remembering it, what's the point of choosing a beautiful Yakshini? So, how difficult was it for you to adapt the character, and how difficult for you was to get out of that character? It was exciting all throughout. There was no question of feeling challenged by it. I think I have adored it. Okay. Like, I was waiting and willing to play such a beautiful role. Okay. Forget about the scary part. I think I could emote it very well. Okay. Yeah. And the confidence hiked ആണ് അഭിനയിക്കേണ്ട because ആവശ്യമില്ല, അതുപോലെ തന്നെയാണ് സംഭവം. confidence hiked because of Seriously. what seriously. No. She's when you come into the press, The energy, she- same you like get that thing. Yeah. Yeah. അതായിരുന്നു എനിക്ക് I വേണ്ടിയിരുന്നത്. mean, that's the aura you're supposed to build when you're playing the character. The most beautiful outfit they could ever give me. I Okay. don't think so. Maybe I'll be able to play such a character again. Okay. This role has given me an opportunity to wear one of the most beautiful traditional Kerala outfits, and I think it suited me very well. You can Okay. say the physical attributes are as such because they made me wear something extraordinary. That is the highlight of the film. I feel costumes like, ശരിക്കും- honestly. Okay. I feel. And okay, how difficult for you the language Malayalam, which is very difficult. No, it is difficult. We all know it. It's the way you tell me to learn German. അവിടെ എപ്പോഴാണ് നമ്മുടെ ലൊക്കേഷൻ വന്നത്, അത് ആദ്യത്തെ ദിവസം വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഒരു മനുഷ്യനോട് എന്ത് ചെയ്യില്ല, സംസാരിക്കുന്നില്ല. പ്രേതങ്ങളൊന്നും സംസാരിക്കരുത് അധികം. പക്ഷെ എന്താണെന്നറിയോ, ഒരു സ്റ്റേജ് ഒരു സെക്കൻഡ് തേർഡ് ആയി കഴിഞ്ഞപ്പോൾ അവള് നമ്മളോടൊക്കെ എന്താന്ന് തുടങ്ങി ഹിന്ദിയിൽ അല്ല, സംസാരിക്കും. അടുത്ത് തുടങ്ങിയത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ഞാൻ. പക്ഷെ ഇവക്കാണെങ്കിൽ ഒരു അക്ഷരം മലയാളം എന്ത് ചെയ്യില്ല. So now are you able to understand Okay, she's not. What did you say? You want to say something about Malayalam? Okay. Malayalam you are able to tell now. Pattu tatta chattu. Can you please spell pattu tatta chattu? Chatta tatta pacha. Chatta tatta pacha. I'm a Xerox machine. But what? നിങ്ങൾക്ക് തെറ്റി, ആള് വേറെയാണിത്. Yakshi. This Yakshi will have extraordinary talent. How about you? You know Malayalam well? അവള് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും, പക്ഷെ ഇവക്ക് ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വീട്ടിൽ പോയിരുന്നു, അവിടുന്ന് ട്രെയിനിൽ ഒക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു, അവള് മലയാളം പഠിച്ചു. Yeah, but still some words. Maya, can you just spell? Marla. Maya. Marla. Raya. Yeah. No, it is Ra. Yeah, we do Come have again. Maya. Maya. കിട്ടും. 3 പ്രാവശ്യം ട്രൈ ചെയ്താൽ 3ാമത്തെ പ്രാവശ്യം കറക്റ്റ്. അതാ പറഞ്ഞത്, തേർഡ് ടൈം She's really talented. She's able to even spell that. No one പക്ഷെ will be. അവളില്ലേ, അതായത് സാക്ഷിയില്ലേ, Very Sanskrit oriented, no? Sense. Yeah, exactly. Our The friend origin told is me, trans. how will you do a Malayalam film? What is this tongue twister language? I said, I am ready for it. You don't worry. Yes, Because I yes, you knew can. that all the roots of all the Indian languages are based on Sanskrit. So if you read the shlokas in Bhagavad Gita or Bhagavatam, you are continuously pronouncing those what do you call the specific word for the sounds, phonetics, all those. You are already doing that. You have to be in that rhythm. If you are അത് into കുറച്ച് that rhythm, സയന്റിഫിക്കലി ഉള്ള it will be an easy task to do. Yeah. First time. Yeah. പക്ഷേ ഇവിടെക്കാട്ട് ഇവക്ക് ഞാൻ പറഞ്ഞു, ഇവക്കൊരു 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലാണ് എന്ത് ചെയ്യാ
പ്രോപ്പർ ആയിട്ട് അവൾ പറയും. But still, what about you? അവള് Tell me പെട്ടെന്ന് about your പെട്ടെന്ന് experience പറയും. acting in Malayalam She's saying it. language. How? Of course. It was easy, right, for you? Huh? You are in Bangalore, so you might have been with many Malayalis. Of course, Malayalam people, I have. right? I have always worked with Malayalam people only, Yeah. and I've always noticed also how they talk, Yeah. what they talk. The because voice modulation. yeah, because I like it. I mean, it's very fun, you know. The way, and you also speak so fast. So you're like and done. You're done with that one. No, we do have many gestures. If you don't want something, how will you tell? In Kannada, or which language you prefer? Hindi. Do you want chapati and curry? Now tell me One something. second. ഇവരോട് ആരോ ലൊക്കേഷനിൽ നിന്ന് ഞാൻ നിന്നെ പ്രേമിക്കുന്നു. You understood? She said, She understands. that? She understands. Somebody say like that. She asked me, what is the meaning? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. Who told you that? ഞാൻ നിന്നെ I don't know. പ്രേമിക്കുന്നു. I heard Which some. guy? I don't know. There's no guy. I don't think anybody can ever come and say that to me, though. No, you are beautiful. Yeah, people can say, You no? say, Yeah. she's asking me, what is the meaning? No, if suppose we are asking something, do you want chapati and curry? How will you tell in your language? In Kannada, How, I what would say will be your answer? Veda. Veda is. Ask me. Do you want? Do you want roti? Simple. Simple. We don't need much language. Yeah, that is universal. You know what's my favorite word? Manslash. That's why. Mansalayo. Understood? Did you understand? Song If you also, didn't no? understand in Malayalam, we will understand. There's a Do you song understand? also. There's poem also. She knows about poem also. Yeah, Pua is also my favorite. Pua. Because all I could hear Abhi says Pua. See, it says Poem action, ഉദ്ദേശിച്ചതാണ്. cut, Pua. How will you say food കഴിച്ചോ means കഴിച്ചോ? Karacho. Cut. കഴിച്ചോ. Yeah. ഇത് വേറെ ഇത് ഉള്ളു പഠിച്ചിട്ടുള്ള Because food. No, I could only hear ready. I'm like, Okay. അയ്യോ അത് ഭയങ്കര So it was very fun, right? So have you guys ever experienced any ghost experience in your real life? No, we have. ഡയറക്ടറിന് ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കഥയിലോട്ട് വരണമെങ്കിൽ തന്നെ ഒരുപാട് പ്രേതങ്ങളെ കണ്ടുവരിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ട്. ഡയറക്ട്ലി കണ്ടിട്ടുണ്ടോ? ഡയറക്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ കുറെ സിനിമകളൊക്കെ കാണുന്നു. പിന്നെ പണ്ടൊക്കെ നമുക്ക് ഈ മറ്റേ മീറ്റർ വെച്ചിട്ട് പല ഇതിനുള്ളിലൊക്കെ പോയിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ കുറെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചു വളർന്നത് തറവാട് പോലത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതിനകത്ത് കുറേ പരിപാടികളൊക്കെ ഉണ്ട്, ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഫ്രണ്ടല്ല, ആക്ച്വലി ഈസ് എ സ്വാമി. അദ്ദേഹം ഈ ബാധയൊക്കെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അയാളെ ഒരു ആക്സിഡൻ്റിൽ അയാളെ മീറ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു നീ ഒരു ദിവസം എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. പക്ഷേ ഈ നെഗറ്റീവ് എനർജി വെറുതെ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഉപദ്രവിക്കുമോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? എല്ലാവർക്കും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ അടുത്ത് ഒരു നെഗറ്റീവ് എനർജി വന്നാൽ തന്നെ നമുക്ക് ഈ രോമാഞ്ചം ഇവിടെ വന്നപ്പോ വല്ല രോമാഞ്ചം വന്നു അല്ല? അപ്പൊ ഞാൻ സക്സസ്ഫുള്ളി വെരിഫൈ ആ ഫിലിം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പം സാക്ഷി നേഹയുടെ അടുത്തൊന്ന് എപ്പോഴെങ്കിലും അടുത്തിരുന്നപ്പം റോമാഞ്ചിഫിക്കേഷൻ വന്നു. ഐ മീൻ റൊമാൻറ്റിഫിക്കേഷൻ അല്ല എനിക്ക് വേറെ വന്നത്. കാരണം ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് പുള്ളിക്കാരിനോട് ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഒരു 5 പേരെ പുള്ളിക്കാരി വെള്ളത്തിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ് ആൾറെഡി. 1 hour. ഇതിപ്പോ നമ്മൾക്ക് ഓരോന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് യക്ഷിയായിട്ട് തിരിച്ചു വരുന്ന സാധനമുണ്ട്. അപ്പൊ ഇവള് വെള്ളത്തിലോട്ട് ട്രഡീഷണൽ പണ്ടേ ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് അതിന്റെ ചുറ്റുപാറ ഒരു 3 പേരെ നിർത്തിയിട്ട് ഞാൻ ഇവിടെ വെള്ളത്തിലേക്ക് ഇറക്കാണ്. അപ്പൊ ഇവിടെ 2 സ്റ്റെപ്പ് ഇറങ്ങും, എന്റെ മുഖത്തോട്ട് നോക്കും ഇറങ്ങണോ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യമേ ചോദിച്ചത് എന്താണെന്ന് അറിയാം, അടിപൊളിയായിട്ട് നീന്തുന്ന എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് സമാധാനമായിരുന്നു, വെള്ളത്തിൽ ഇറക്കാതെ നീന്താം. പക്ഷെ അവർക്ക് നീന്താനേ അറിയത്തില്ല. അങ്ങനെ അവള് ആ റിസ്ക് എടുത്തിട്ടാണ് അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തത്, ഷൂട്ട് ചെയ്തത്. അതൊരു 2 hours ഷോട്ട് എടുക്കാൻ എന്ത് ചെയ്തത്. അല്ല അതിപ്പോ വെള്ളത്തിൽ തണുത്ത് കുറച്ചിട്ട് വന്ന സംഭവം. അവിടെ നീ ഒന്ന് ആലോചിക്കണം, അത്രയും പേര് 2-3 പേര് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക.
ഓൾറെഡി എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക, ഇവളെ പിടിക്കാൻ, ഇവളങ്ങനെ മുങ്ങിപ്പോയാൽ പിടിക്കാൻ വേണ്ടിട്ട് വേറെ. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യാന്ന് പറയും, 2 മണി സമയമല്ലേ, എല്ലാം പാവം പറയും. എനിക്ക് തോന്നുന്നു പ്രേതത്തിന് മടുത്ത് കുറെ നേരം ഈ ഷോട്ടർ അടിക്കാന്നില്ല, പേടിച്ചോടിക്കണം. എത്രയാന്ന് വെച്ചാ കാത്തിരിക്കുക. What are you talking about? അങ്ങനെ ഇടയ്ക്ക് പോയെന്നോ? ആ പ്രേതല്ലേ ഞാൻ ഇറങ്ങി പോയോളൂ. പ്രേതം നിങ്ങൾ എന്തോ ചെയ്യും, നടക്കി പോകത്തില്ല. You're talking about the water scene? കുട്ടിക്ക് ഈ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. മുझे ഹിന്ദി नहीं मालूम, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. We are shooting that in shots, no? Water scene. Yeah, I was very inside afraid. the water, no? That accident. നമുക്ക് ഈ ട്രാൻസ്ലേഷൻ നമുക്ക് Because the scene started at 11. Okay. 11 p.m. started, it ended at 2:30. And I അവളെ was like, she will tell. in the darkness, I'm supposed to get into the water and I don't know swimming. And Ratko, what if you miss? I have to എന്താണെന്നറിയോ, ആ സമയത്ത് ഒരു perform a കോക്രോച്ച് scene. I have to perform a scene. I have to get Cockroach into the water. ആൾക്ക് What if you കോക്രോച്ച് don't get hold of me? I don't know swimming. ഓ It's kind of deep. By the time you seek it, like I've like gone into the water. If you don't get hold of me, then it's These like people know Hindi or what? 4 They പേര് know സൈഡിൽ Hindi. നിൽപ്പുണ്ട്, അപ്പുറം അപ്പുറം നിൽപ്പുണ്ട്. So you can tell bajao bajao. बचाओ बचाओ लेकिन പച്ചല്ല കുട്ടിയല്ല मैं कैसे बोलूं कि बचाओ? सिखा रहे हैं ना, सीखो. वो it was slippery inside. അവര് No? പഠിപ്പിച്ചു തരും. See, it was slippery inside. By the time I could say bachao, I would have been gone. ബച്ചാവൊന്നുമില്ല. ബച്ചാവോ. Bachao का possibility नहीं. Already be ready to bachao. Don't wait for me to shout. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബച്ചാവോ രക്ഷിക്കോ. Yakshi is asking for people to bachao her, like not justified. പക്ഷെ നല്ല രസമായിരുന്നു അവിടുത്തെ. ഓക്കെ, ആദ്യത്തെ 2-3 ദിവസം, ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. യക്ഷി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു യക്ഷിനെ ഇറക്കുമതി ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത്? ഞാൻ പറയാം, ഞാനിപ്പോ സ്ഥിരമായിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ആ വീടിന് ചുറ്റുവട്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലാണ് ഞാൻ ചേച്ചിമാര് ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ ഡെയിലി കണ്ടിട്ടുണ്ട്. അവരൊരു രസം വന്നിട്ട് എന്ന് പറഞ്ഞു പേടിക്കും. അല്ല, വേറൊരു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ യക്ഷിനെ മലയാളി കണ്ടിട്ട്? യക്ഷി ഈ യക്ഷിനെ കണ്ടിട്ട് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് പുള്ളിക്കാരെ കണ്ടിട്ട്. ഇതാണ് വേണ്ടത്. ഇതാണ് വേണ്ടത്, അതാണ് സംഭവം. Now I want to know what is that expression about? No, they were what I felt after seeing her. So I thought I got scared. You got scared when you got scared. In your face. When you are looking like this, I felt you. I attracted ആണ്. There's a possibility I Your could eyes be. have that very power. Yes. അതുകൊണ്ട് Your eyes are very powerful. They're a different kind of ghost, you know. അതുകൊണ്ടാണ് ഞാൻ ഇവളുടെ ഫോട്ടോ കണ്ടിട്ടാണ് അതിനെ ഇവളുടെ ഫോട്ടോ. ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. കണ്ടപ്പോ പേടിക്കില്ല. ആ കണ്ടു. എത്ര വട്ടം ഞാൻ ഡെയിലി രാത്രിയൊക്കെ 2-3 മണിക്ക് കണ്ട് പേടിക്കും. വേറൊന്നുമല്ലടോ. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ കൊണ്ടുവന്നിടുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇവളുടെ ഒരു 2-3 ഫോട്ടോസും, അതുപോലെ തന്നെ ആ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ കുറെ ഷോർട്സുകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇവിടെ കൊണ്ടുവന്ന നന്നായിരിക്കുന്നതാണ്. അപ്പൊ ആ വെബ് സീരീസിനെ ബേസ് ഞാൻ നോക്കുമ്പോൾ അതിലും ഇവള് പ്രേതമാണ്. അല്ല, ഇനി റിയലിസ്റ്റിക്കലി പറയാം, ആളെ കണ്ടൽ ബേസിക്കലി ആരെങ്കിലും പറഞ്ഞു നമ്മൾ ആകാശഗംഗയിലെ ചേട്ടനെ പോലെ കാണാറുണ്ടെന്ന്? My mom has എന്നെ പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞു. ആകാശഗംഗയില് നമ്മുടെ ദിവ്യാണ്ണിയുടെ പുറകെ നടക്കുന്ന ആ ചേട്ടനില്ലേ, ചേട്ടന്റെ പേരെന്തോ ആ ചേട്ടൻ, എനിക്കറിയില്ല, പേര് പറയണം. ഇല്ലേ? ആളെ പറയാം. ആ നായകൻ അന്ന് മുങ്ങിയതാ, പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആവുന്നാണോ ഉദ്ദേശിച്ചത്? You should be there. ശനി throughout അല്ലല്ല, അങ്ങനെയില്ല, തുടക്കമല്ല. ഇനി ഒരുപാട് കിട്ടട്ടെ, പ്രേതമായിട്ടല്ല, അല്ലാതെ. പ്രേതമായിട്ട് നീ ഉണ്ടല്ലോ ഓൾറെഡി. ഇവിടെ ആരാ പ്രേതം? നോ ഡെഫിനറ്റ്ലി ഒരുപാട് ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ആൻഡ് കമ്മിങ് ടു യൂത്ത്, എന്താ ഇപ്പൊ ചോദിക്കുക, കുട്ടിയുടെ ദേഹത്ത് പ്രേതം കയറുമല്ലോ. ആസ് എ ഗോസ്റ്റ്, ഹൗ ഇസ് ഷീ? ഫണ്ണി ഗോസ്റ്റ് ആയിട്ട് നമ്മുടെ ഡെലുലു പോലെ ഒരു പ്രേതം. ഭയങ്കര സീരിയസ് ആണ് അവള് കാണാൻ. സിനിമയിൽ അവള് ഭയങ്കര സീരിയസ് ആയിരുന്നു, ഭയങ്കര സീരിയസും അതുപോലെ തന്നെ ഭയങ്കര കോൺജറിങ്ങിലൊക്കെ ഉള്ള ഒരു പോലത്തെ ഒരു ക്യാരക്ടർ, റൈറ്റ്? ഇന്നലെ ആരാണ്ട് പറഞ്ഞ് കണ്ടപ്പോ ഫീൽ ചെയ്തപ്പോ കങ്കണ റാവത്തിനെ പോലെ ഉണ്ട്. കങ്കണ റാവത്ത്, സീരിയസ്ലി കങ്കണ റാവത്ത് എന്നുള്ള കങ്കണ റണൌട്ടും ഇടയ്ക്ക് അഭിനയം നിർത്തിയിട്ട് ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഒരുപാട് പടം കിട്ടിട്ട് തീർച്ചയായും. അല്ല, ഇന്നിപ്പോ രാവിലെ 2-3 റീൽസ് ഞാൻ കണ്ടു. അതല്ല, ഇയാളെ കുറിച്ച് ഇന്നലെ അഭിലാഷ് പിള്ള അവിടെ വന്നിട്ട് പറഞ്ഞു
സൗത്ത് ഇന്ത്യന്ന് നമ്മുടെ വിജയ് ദേവർകൊണ്ടിനെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന പോലെ തോന്നി എന്നൊക്കെ അത് അഭിലാഷ് പിള്ള എടുത്ത് പറയുന്നുണ്ട്. ഇപ്പം ക്ലീൻ ഷേവ് അല്ലേ, ഇനി നെക്സ്റ്റ് പടത്തിൽ നല്ല ബിയർഡൊക്കെ ആയിട്ട് നല്ല തടിയൊക്കെ വെച്ച് വേറെ വേറെ look ഒക്കെ look-ൽ, ഉണ്ട്. അല്ലേ, വേറെ ലെയറിൽ തീർച്ചയായും കാണട്ടെ. എനിവേസ് ഈ മൂവി ഒരു വലിയ സക്സസ് ആകട്ടെ. ഇതിനെ കുറിച്ച് നമുക്ക് അധികം പറയാൻ പറ്റത്തില്ല അല്ലേ. റിയലി ഒരു ത്രില്ലിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഡബിൾ ക്ലൈമാക്സ് ഉള്ളൊരു മൂവിയാണ്. സോ ആ ക്ലൈമാക്സ്, ആ സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു അദൃശ്യ ശക്തിയുടെ കഥ പറയുന്ന അരൂപി എന്ന മൂവി തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക. എല്ലാവരെയും പരിചയപ്പെട്ടതിലും കാണാൻ സാധിച്ചതിലും സന്തോഷം. താങ്ക് യു.